എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പ ഭാഗവതം പാരായണം 63-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ചൊല്ലിടാം ചിത്തത്തിൽ ബുദ്ധി വസിക്കുന്ന പൊല്ലാപ്പു ക്ഷീരത്തിൽ നീരെന്ന പോൽ ദൃഢം വെള്ളവും ക്ഷീരവും ഒന്നിച്ചിരിക്കുമ്പോൾ വല്ലായ്മയായി വരും നീരിനെ നീക്കുവാൻ ശുദ്ധമാം പാലിലെ വെള്ളവും പാലുപോൽ ശുദ്ധമായി തോന്നിക്കും. ഒപ്പമിരിക്കയാൽ പാലതിൽ ഏറെയായി തോയമുണ്ടെന്നാകിൽ പാലിൻ ഗുണങ്ങളും തീരെയില്ലാതെ പോവും. രോഗവിമുക്തരായി ക്ഷീണിതരായുള്ളോർ ആരോഗ്യരക്ഷണം ചെയ്യുവാൻ ശുദ്ധമാം പാലിനെ അല്ലയോ കൈവരിക്കേണ്ടതും? നീരിനാലാകുമോ പാലിൻ ഗുണങ്ങളും? പാലിലെ നീരിൻ്റെ അളവ് വർദ്ധിച്ചിടിൽ നീരിൻ വികാരമായി രോഗങ്ങൾ പിന്നെയും മേലേടമേറി വലഞ്ഞു കഴിയുവാൻ രോഗവിമുക്തർക്ക് ഹേതുക്കളായി വരും. എന്നപോൽ സ്വാത്വിക ചിത്തത്തിൽ ബുദ്ധിയും നന്നായി രമിക്കയാൽ ക്ലേശങ്ങൾ പോക്കുവാൻ വേറെയാക്കിയിടണം ബുദ്ധിയെ പാരമായി ഏറെയായി അഭ്യാസയോഗങ്ങളേറണം. നന്നായി തപിപ്പിക്കൽ പാലിനെ നീരിനെ നന്നായി അകറ്റുവാനായി വരും. എന്ന പോൽ നന്നായി മനസ്സിനെ അഭ്യാസയോഗത്താൽ നന്നായി തപിപ്പിച്ചാൽ ശുദ്ധവുമായി വരും. ആചാര്യനാണത്രേ അഭ്യാസയോഗത്തിൻ കാര്യം നമ്മെ പഠിപ്പിച്ചു കൊള്ളുവോൻ. ആയതിനായിതാ ചൊല്ലുന്ന സാരങ്ങൾ ഏതുമേ നന്നായി ഗ്രഹിച്ചു കൊള്ളേണമേ. ത്രിഗുണസ്വരൂപങ്ങളാകുന്ന കല്ലുകൾ കൂട്ടി നന്നായി ചമച്ചുള്ളോരശ്മന്തത്തിൽ ഈശ്വര സേവയാകുന്നോരമത്രത്തിൽ ക്ഷീരനീര സമമായുള്ള മിശ്രിതം ആചാര്യശാസനം ഇന്ധനമാക്കിയും ശാസ്ത്രത്താൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിച്ചും ധ്യാനമാം വായുവാൽ വീശിയിരിക്കുമ്പോൾ നല്ലപോലെ അഭ്യാസ യോഗാഗ്നിയാലിടും. നല്ലതായി മാനസം വേറെയായി വന്നുപോം. ഇങ്ങനെ ചെയ്യുവാൻ എന്നെ ഭജിക്കണം. എന്നുടെ ഭക്തരെ ഏതു കാലത്തിലും ബുദ്ധിദോഷങ്ങളിൽ ചാടാതിരിക്കുവാൻ കൃത്യമായി രക്ഷിച്ചുകൊള്ളൂ. മഹം ന്യൂനം വന്നി ജ്വലിക്കണമെങ്കിലോ ഇന്ധനം തന്നെ നിമിത്തമാകുന്ന പോൽ ആചാര്യൻ ശാസ്ത്രം പഠിക്കുവാൻ ആശ്രയമേകായിൽ മാനവർ മായിൽ കിടന്നുവും സന്തതം ജാരഗർഭം പൂണ്ട നാരീ സമാനരായി ആചാര്യരന്യ ശാസ്ത്രം പഠിപ്പവർ നാനാവിധം ക്ലേശയാതന്മാരായിടും. നാശം വിതച്ചിടും ആത്മജ്വരായിടും. ദീനഭാവങ്ങളെ മാറ്റുവാൻ മാനവർ ദീനാനുകമ്പിയാം എന്നെ ഭജിക്കണം. ദീനാനുകമ്പയാൽ ജ്ഞാനവിജ്ഞാനങ്ങൾ മാനവർക്കേകി ഞാൻ ജ്ഞാനങ്ങളേകിടും. ദീനരാം എന്നുടെ ഭക്തർ തൻ ആചാര്യസ്ഥാനവും എന്നിലാണെന്നും ധരിക്കണം. ആചാര്യനാം എനിക്കേറ്റം പ്രിയമവർ മാനസം വായിക്കുന്ന ഭക്തി എന്നോതുന്നേൻ. ദീനകാരുണ്യ പ്രഭു ഭൂതനാഥന്റെ ഗീതോപദേശങ്ങൾ ചെമ്മേ ശ്രവിച്ചപ്പോൾ ദീനജനപ്രിയനാം രാജശേഖരൻ മാനമായി നാഥനോട് ഈ വിധം ചോദിച്ചാൻ. നാഥാദയാനിതേ കർമ്മബന്ധങ്ങളും ജന്മം നശിക്കുവാനുള്ള മാർഗങ്ങളും 3 ഗുണങ്ങൾ തൻ ഹേതുഭാവങ്ങളും പഞ്ചഭൂതങ്ങളും ജീവന്മാർ രീതിയും മാനസലക്ഷണം ബുദ്ധിദോഷങ്ങളും മാനസശുദ്ധിക്കായി വേണ്ടുന്ന മാർഗവും അജ്ഞാനവാരണ മാർഗങ്ങളും പിന്നെ ആചാര്യകാര്യവും ജ്ഞാനമാർഗങ്ങളും മായാവികാരങ്ങളും ഭവാൻ പാരാതെ ധീരനാമെന്നോടുണർത്തിച്ചരുളിയ ദീനാനുചിത്തങ്ങൾ എന്നുടെ മുജ്ജന്മ സത്കർമ്മ സത്ഫലം എന്നു വന്നിടുന്നേൻ. ശ്രീ മഹാധർമ്മശാസ്താവേ ഹരേ ദേവ ശ്രീഭവിച്ചിടുവാൻ മായകൾ പോക്കുവാൻ ഭക്തിമാർഗങ്ങളും ശാസ്ത്രങ്ങൾ രീതിയും വർണ്ണാശ്രമ മോക്ഷമാർഗങ്ങളും അർണോജനേത്ര കരിഞ്ഞരുൾ ചെയ്യുവാൻ ദണ്ഡനാമെന്നിൽ കരുണ ഇന്നേകണേ. നാഗലോകത്തിലും പാതാളഭൂവിലും ഏത് ലോകത്തിനും ശ്വാസമാം ശാസ്താവേ ശോകങ്ങളേറി വരുന്ന നേരം തിരുനാമജാലങ്ങളെ ചൊല്ലി രമിക്കുന്ന പാരിലെ സത്കാര്യശീലരാം സാധുക്കൾ കാലംബനം തുണച്ചിടേണേ ശങ്കര. ജയ ജയ മണികള ഭൂഷണ ശാശ്വത ജയ ജയ മായിക സ്ത്രീകൾ വിലസുവാൻ തവഹിതമെന്നിയെ ആർക്കുമായിടുമോ മണികള ഹരിഹര നന്ദന ദൈവമേ നിന്തിരു മന്ത്രം നവാക്ഷരി നാവിന്മേൽ ചന്തമായി സന്തതം നൃത്തമാടിയിടണേ. ആചാര്യലക്ഷണം 3 ലോകേശ്വരൻ ദാനവാരി പ്രഭു ശ്രീരാജശേഖര വാണികൾ കേൾക്കയാൽ മോദേന താതനോട് ഈ വിധ മോദിനാൻ പ്രീതനായി കേൾക്കണേ. ആചാര്യലക്ഷണം ആചാര്യനാകുന്ന സദ്ഗുരുവെന്നുള്ള ആര്യവചസ്സിൻ പൊരുളരുൾ ചെയ്തിടാം. മായാ നിരോധിതൻ ഗുരുവെന്ന സജ്ഞയാൽ ആചാര്യപര്യന്റെ യോഗ്യതയ്ക്കാദ്യമായി ധാർമ്മികനാകണം. സ്ഥിരവാസവും വേണം. ഭൂതങ്ങളിൽ ദയ ഏറ്റമുണ്ടാവണം. പരിചോടിതുകളിൽ പരമമായി യോഗ്യത ഗുരുവാകും. ആത്മനിൽ തെറ്റില്ല മന്നവ.
അധ്വാനശീലവും ഉത്സാഹഭാവവും മാത്സര്യമേശാത്ത സേവന രീതിയും അന്യാദരങ്ങളും സത്യമാർഗങ്ങളും സർവോപരി മാമാഭക്തിയുള്ളൊരു ധാർമ്മികനായുള്ള ധീരൻ ഗുരുവെന്ന പേരിന് യോഗ്യനറിഞ്ഞിടൂ മന്നവ. വിത്തഭ്രമം ചിത്തമേശാത്ത സൽപുമാൻ സ്ഫടിക സമാന ചിത്തത്തെ വഹിപ്പവൻ തത്വജ്ഞനാകുന്നോരുത്തമൻ കീർത്തിമാൻ അജ്ഞാനവാരണൻ ആചാര്യനല്ലയോ. ശിഷ്യരിൽ സക്തനായി വിദ്യകൾ നിത്യവും ഉത്തമനാകും ഗുരുവരനേകിടും സദ്ഗുരു നിശ്ചയം. വായു ഭഗവാനെ നിത്യവും ആചാര്യനായിട്ട് കാണണം. ജീവികൾക്കെന്നുമേ സന്തതം പ്രാണനായി ലോകമെല്ലാത്തിലും ലാഭം നിനയായത്. വായുദേവൻ മുതാ കർമ്മം നടത്തുന്ന മൂലമായി ജീവികൾ സർവത്ര വാഴുന്നു. ആകയാൽ ആചാര്യനാക്കണം വായുവേ എന്ന് ഞാൻ വേറെയായി ചൊല്ലണോ. ശിഷ്യർക്ക് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യണം. ശിഷ്യർക്കായി എന്നോട് പ്രാർത്ഥന ചെയ്യണം. ശിഷ്യവൃന്ദം നിജജീവനായി കണ്ട് വിദ്യകൾ ശിഷ്യർക്ക് നൽകുന്ന സദ്ഗുരു നിത്യവും എന്നുടെ കാരുണ്യവായ്പകൾ ധന്യമാർന്നിടും. കാലുഷ്യമേശില്ല. കൃത്യമായി കൃത്യങ്ങൾ ചെയ്തു ഭൂതങ്ങളെ കൃത്യമായി താനെന്ന പോലെ നനച്ചിടും. അങ്ങനെ മേവുന്ന ധന്യശീലൻ തന്നെ മന്നവാ സത്തമനാകും ഗുരുവരൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.